ഹലോ ഹലോ ഹലോ. ആ ഇങ്ങനെ ഡ്രാമയുമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ നടക്കുക. ഇങ്ങനെ ഒരു പറക്കല് അവനും അവന്റെ മോനും പിന്നെ ദീദി എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അവളും എന്റെ ഫോണൊക്കെ എപ്പോഴും അവരുടെ വീടിന്റെ സൈഡിലോട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അവസരങ്ങളാണ് നമ്മുടെ ഇങ്ങനെ നടക്കുക. ഫോണിന്റെ ലൊക്കേഷനൊക്കെ അവരുടെ വീടിന്റെ സൈഡൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളത് എടുന്ന ഉടനെ നമ്മുടെ വീടിന്റെ അവിടെ വിടുക. അങ്ങനെ പല ഞാനത് ഫേസ്ബുക്കിലോട്ട് ഇടുന്നുണ്ടെ നമ്മുടെ വീടിന്റെ അവിടെ ഉണ്ടാവും. അങ്ങനെ പല പല വേലകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മൾക്ക് വൈഫൈ കൊണ്ട് നെറ്റ്വർക്ക് കൊണ്ട് എന്നാലും നമ്മൾ ഇടുന്നൊന്നും കൊണ്ട് അപ്ലോഡ് ആക്കാതിരിക്കുക. അങ്ങനെ പല പല വേലകളാണ്. ഭയങ്കര ഭയങ്കര ആക്ടിവിറ്റി ആയിട്ട് നടക്കുക എന്തായാലും. അതുമാർക്ക് നമ്മളെ നോക്കി ഇരിപ്പാ ജോലി എന്തായാലും. ഞാൻ കോടതി കൊണ്ട് കൊടുക്കുകയില്ല. ഇതെല്ലാം എന്റെ ഇപ്പൊ ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഞാൻ കണ്ടവരുടെ വീടിന്റെ മുന്നിൽ എന്റെ ലൊക്കേഷൻ കാണിക്കുന്നതും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ ലൊക്കേഷൻ പലത് കാണിക്കുന്നതും എല്ലാം ഉണ്ട്. കൊല്ലവും ചിറയൻകീഴ് നെടുമങ്ങാട് അങ്ങനെ പലതും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം കൊണ്ട് കൊടുക്കാം. നെടുമങ്ങാട് കുന്നത്തൂര്. എവിടെ കുന്നത്തൂര്? എവിടെ കുന്നത്തൂര്? കുന്നത്തൂര് അതെവിടാന്ന് ആർക്കറിയും. കുന്നത്തൂര് പോലും ചിറയൻകീഴ് കുന്നത്തൂര് കൊല്ലം ഇതെല്ലാം എന്റെ ഇത് കാണിക്കുന്നത് ഞാൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ മോഹൻ സദാനന്ദ മന്ദിരത്തിലെ വീടൊക്കെ കാണിക്കുന്നത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സദാനന്ദ മന്ദിരത്തിലെ വീട് കാണിക്കുക. ഇല്ല പച്ചക്കറിക്കാരുണ്ടല്ലോ മാവേലിക്കര പച്ചക്കറിക്കാരുടെ വീട് ഇതൊക്കെ കാണിക്കുന്നതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറുള്ള വീട് ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വടക്കേല് അതിനായിട്ട് വലിയ കമ്പനി ഇല്ലയോ. അപ്പൊ എന്തെല്ലോ കള്ളത്തരമൊക്കെ ഉണ്ട് ഇവന്മാർക്ക്. അല്ലേ പിന്നെ എങ്ങനെ വടക്കേലെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ രണ്ടാമത് ഇപ്പൊ പിന്നെ ഇറങ്ങിയവനും അവന്റെ മോനും കൂടെ ഒരു ഡ്രാമ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ഡ്രാമയായിട്ട് കഴിഞ്ഞ അങ്ങോട്ട് ഒരു ഡ്രാമ വന്ന് ബൈക്കിൽ കയറി പോയപ്പോഴത്തേന് അടുത്ത ഡ്രാമയായി. ഒരിക്കൽ നമ്മൾ കണ്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേന് ഇവരിങ്ങനെ പോകും. വന്നത് നമ്മുടെ പേരക്കകത്തിരിക്കുക. ഞാൻ ആ ഗേറ്റിന്റെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് ഇവന്നെ ഇറങ്ങി പോകുന്നത്. പല ഇതാണ് കണ്ടാനൊക്കെ ഇവിടോട്ട് വരുന്നത്. ഇന്നലെ പറയുന്നത് നമ്മുടെ ക്യാമറ നന്നാക്കാൻ വന്ന രണ്ടാവന്മാർ വന്നിരിക്കും. നമ്മുടെ ഒക്കെ രണ്ടാവന്മാർ ക്യാമറ നന്നാക്കാൻ വന്നതിന് എനിക്ക് തെളിവുണ്ട്. അത് ഞാൻ വെറുതെ വിടത്തില്ല. ഉപന്യാസം പറഞ്ഞു. അല്ല കണ്ടവൻ വന്നെന്ന് പറയാം. എന്താ അവിടെ ക്യാമറ നന്നാക്കാൻ വന്നതിന് എന്തുവാ വേറെ കളിച്ചു വരുന്നത്. ഉപന്യാസം പറഞ്ഞിട്ടൊക്കെ അതിനെ വെറുതെ വിട്ടു. സോമരാജൻ പറയാം നിന്റെ വീട്ടിൽ ഇന്നലെ ഞാനടി രണ്ടുപേര് ഇന്നലെ വന്നിരിക്കുന്നു. അവരുടെ വീട്ടിൽ 50 പേരാ തോന്നുന്നു. 50 കൂടുതൽ. എത്ര കാറാ വന്നു പോകുന്നത് അവരുടെ വീട്ടിൽ. കാറും ബൈക്കും എല്ലാം ദുരിദുരാതെ വരിക പോവുക അങ്ങനെ പോയില്ല. എന്റെ വീട്ടിലോട്ട് ബൈക്കും കാറും എല്ലാം വന്നേച്ച് തിരിക്കുകയും മറിച്ചെല്ലാം ചെയ്തുകൊണ്ട് പോയി. നമ്മുടെ വീട്ടിലങ്ങനെ ആരൊക്കെ വരുന്നു. നമ്മുടെ വീട്ടിലങ്ങനെ തിരിച്ചോണ്ട് പോകുന്ന യൂട്ടാണൊക്കെ എടുത്ത് പോകുന്ന പരിപാടിക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മള് ഇന്നലെ എല്ലാവരും കേൾക്കുമ്പോൾ എന്തോ ഈ സോമരാജൻ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന പേര് പറയുന്നത് ഞാൻ വടക്കേലെ എന്റെ മോനെ ഭർത്താവാക്കി ഇട്ടുകൊണ്ടിരുന്നു. അവന്റെ വീട്ടിലാണ് ഈ പേര് കയറ്റി വെച്ചേക്കുന്നത്. ശരിക്കും അവന്റെ വീട്ടിലാണ് സദാനന്ദ മന്ദിരത്തിലാണ് കയറ്റി വെച്ചേക്കുന്നത്. ശ്രീനർ ഞാൻ പറഞ്ഞില്ലേ പണ്ടേ ഇവന്റെ കഥ ഉണ്ടാക്കലാണ്. ഞാൻ അമ്മയോട് പറഞ്ഞില്ല ദൈവം പണ്ടേ കഥ ഉണ്ടാക്കലാണ് ജോലി ചെയ്യുന്നതിന്. ഞാൻ അമ്മയോട് പറഞ്ഞു ഇപ്പം സത്യമായേ.
അയ്യോ അമ്മേ അമ്മേ ഇവള് എന്തോ അവന്റെ പെണ്ണുപിള്ള സുബ്രഹ്മണ്യന്റെ പെണ്ണുപിള്ള ഒരു അച്ചാർ കുപ്പിയും മറ്റേ കുപ്പിയും കുറെ കുപ്പികളും ഏതാണ്ടെല്ലാം ഗർഭമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അന്ന് കുഞ്ഞുമോന്റെ അങ്ങോട്ടായിരുന്നു പോയി കയറുന്നത് ഇവിടെ കുഞ്ഞുമോന്റെ അങ്ങോട്ടായിരുന്നു പോയി കയറുന്നത് എനിക്ക് ഗർഭമാണ് എന്തെല്ലാം കള്ളക്കഥകൾ ഇവിടെ ചെവിക്കർമ്മം അടിച്ച് പോയിക്കുന്ന സമയം ഇവിടെ ചെവിക്കർമ്മം ചേച്ചി പറഞ്ഞ അടിച്ച് അല്ല അമ്മ വന്ന് ഇവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസം ഇവിടെ ഇങ്ങനെ കൈക്കോളിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായി അവള് ഞാൻ എന്തോ എനിക്ക് ഗർഭക്കഥ പണ്ടത്തെ ഉണ്ടാക്കാൻ പോകുമെന്ന് ചോദിച്ചത് ഇങ്ങനെ ഗർഭക്കഥ ഉണ്ടാക്കുക അങ്ങനത്തെ പല പല കഥകളായിരുന്നു മോളെ ഗർഭക്കഥ മറ്റേ കഥ എന്തെല്ലാം കഥകളാണെന്നറിയോ തോന്നിയാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ല അവളിങ്ങനെ കുറെ ഗർഭം ഉണ്ടാക്കി കളഞ്ഞതാണ് ആ അയവറച്ചത് അതാ ആ ഒരു ലോറിയെ കൊള്ളാനുള്ള ഗർഭം കളഞ്ഞത് അതുപോലെ ഭഗവാൻ അറിയാം ഞാൻ ഒന്നിനെ ഇതാക്കിയിട്ടുള്ളൂ ഒന്നിനെ പ്രസവിച്ചിട്ടുമുണ്ട് അതിനെ ഒന്നിനെ അതിനെ പറ്റിയിട്ടുമുണ്ട് ഇനി ഇങ്ങനെ ഇവിടെ മാറ കൂട്ടിൽ എന്തോ ലോറി കളാനുള്ള ഇതിനെ കളഞ്ഞ് നടക്കുക അല്ല എനിക്കതുപോലെ കണ്ടവന്റെ ഒന്നും ഗർഭം ഇതാക്കണ്ട ഇനി ഗർഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പെറാനല്ല അത് ഗർഭം ഉണ്ടാക്കി അലക്കിക്കളഞ്ഞ് അങ്ങനെ കണ്ടവനൊന്നും കയറ്റി വെക്കുന്നില്ല ഗർഭം ഉണ്ടാകുന്നതിൽ അലക്കി നടക്കാൻ കേട്ടില്ലയോ കണ്ടവനൊന്നും കയറ്റി വെച്ച് ഗർഭം ഉണ്ടാക്കി അലക്കി നടക്കുകയല്ല ഗർഭം ഉണ്ടെങ്കിൽ അതിനെ പെറാനാ രണ്ടുപേര് വേണം അടിച്ചടിച്ച് ഒത്തിരിക്കണം കണ്ടവർക്കൊന്നും കിട്ടരുത് കണ്ടവനെയൊക്കെ കയറ്റി ഗർഭം ഉണ്ടാക്കി അലസിപ്പിക്കാൻ നടക്കുമല്ലോ ഞാൻ ഗർഭം ഉണ്ടെങ്കിൽ അതിനെ പെറാനുള്ളത് അല്ലയോമ്മേ അലക്കേണ്ട കാര്യമൊന്നുമില്ല നിർമ്മാണത്തിലും പറഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ട് കേട്ട കേടുമ്പെല്ലാം ഞാനിപ്പോ ഗർഭം ഇതുണ്ടാക്കി അതിനെ പെറാനേ ഉണ്ടാക്കത്തുള്ളൂ അല്ലാതെ അലസിക്കാൻ ഉണ്ടാക്കി നടക്കാറില്ല ഉണ്ടായ ഗർഭമൊക്കെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ 10-20 വയസ്സായി ജീവിച്ച് അവിടെ കോളേജിൽ പഠിക്കുന്നു അതാ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പെറാൻ അറിയാമെന്ന് പറയണം അല്ലാതെ കണ്ട തെമ്മാടികളെ ഒന്നും ഗർഭം ഉണ്ടാക്കി നടക്കുകയല്ല ഞാൻ വിളിച്ചായിരുന്നു ഇപ്പൊ ഇല്ല ലവറ്റെടുക്കലെങ്ങനെ ആയിരിക്കും എന്റെ വീട്ടിലൊക്കെ വാങ്ങിച്ചതോ ഞാൻ വിളിക്കും ലവറ്റ എങ്ങനെയാണോ ആയിരിക്കും ഇപ്പോഴേ നാളെ ശിവരാത്രി ഒക്കെ ഇല്ലയോ ഞാൻ വിളിക്കുന്നില്ല വരട്ടെ അവൾ ഈ എത്തിയതൊക്കെ ഞാൻ അറിഞ്ഞ നാളെയാ നാളെ ഏത് ദിവസമാ അല്ലെങ്കിൽ ശനിയാഴ്ച എങ്ങാണ്ടാണോ ശനിയാണോ ശിവരാത്രി ശനിയാഴ്ചയാണോ എന്തോമേ ഇന്ന് ഏത് ദിവസമാ ഇന്ന് വെള്ളിയോ ശനിയെങ്ങാണ്ടല്ലേ വെള്ളിയെങ്ങാണ്ടാണ് എന്നാൽ നാളെ ഞായറാ ശിവരാത്രി അന്നേരം പിന്നെ പ്രത്യേകിച്ച് അവധിയൊന്നും ഇല്ലല്ലോ ഓൾറെഡി അവധി കലണ്ടർ വാങ്ങിക്കണം കലണ്ടർ കിട്ടിയില്ല ഇല്ല എന്തുവാ അതെല്ലാം അത് കലണ്ടർ പഴയ കലണ്ടർ 25-ലെ കലണ്ടറാണ് 2020 ഇന്ന് 14 ജനുവരി അല്ല ഫെബ്രുവരി ആണ് ഇന്ന് ഫെബ്രുവരി മാസം അമ്മയ്ക്ക് വാങ്ങിക്കണം എവിടെ പോയാ വാങ്ങിക്കുന്നത് ഇവിടെ ഒന്ന് എംപയർ മാളുകാർ ഒരു കലണ്ടർ തരാൻ പോലും പാട്ടാത്തില്ലയോ ചേട്ടാ എന്തൊരു കടക്കാരാ ഒരു